നിങ്ങളോട് സത്യമായി പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ ഉൾമുറിയിൽ പ്രവേശിച്ച് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യമറിയുന്ന നിന്റെ പിതാവ് പരസ്യമായി നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിജാതികളെ പോലെ ജൽപ്പിക്കരുത്. അവരോ അതിഭാഷണത്താൽ മാത്രമേ ദൈവം കേൾക്കൂ എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അവർക്ക് സദൃശ്യരാകരുത്. എന്തെന്നാൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം ഇന്നതെന്ന് നിങ്ങളുടെ പിതാവിന് അറിയാം. ആകയാൽ നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിപ്പീൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവുള്ളം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദുഷ്ടൽ നിന്നും രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. നിങ്ങൾ മനുഷ്യരുടെ കുറ്റങ്ങളെ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ കുറ്റങ്ങളും ക്ഷമിക്കും. എന്നാൽ നിങ്ങൾ മനുഷ്യരുടെ കുറ്റങ്ങളെ ക്ഷമിക്കയില്ലെങ്കിൽ നിങ്ങളുടെ കുറ്റങ്ങളെ നിങ്ങളുടെ പിതാവും ക്ഷമിക്കയില്ല. ആയതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് യാചിക്കുന്ന സകലവും ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിപ്പീൻ. എന്നാൽ അത് നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ ഒരുവനോട് ഏതെങ്കിലും വിരോധം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ക്ഷമിപ്പീൻ. അത് നിങ്ങളുടെ കുറ്റങ്ങൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ക്ഷമിക്കേണ്ടതിനാകുന്നു എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു.